നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റ് തിങ്കളാഴ്ചയല്ലേ, അപ്പം ഞാൻ അമ്പലത്തിലൊക്കെ പോയി അവിടെ തൊഴുത്ത് വന്നു. അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ വർഷം കണ്ട നെല്ലുണ്ടല്ലോ അത് നന്നായിട്ട് വിളഞ്ഞിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് വിളഞ്ഞ് നിൽക്കുക. അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തു. അപ്പം ശരിക്കും ആയിട്ടോ, അത് ഭംഗിയല്ല കാണാൻ. അടിപൊളിയുണ്ടല്ലേ. ഇത് മിഷൻ കൊണ്ടല്ലേ കൊയ്യ. പിന്നെ അമ്പലത്തിൻ്റെ അവിടെ പോയപ്പോൾ അമ്പലത്തിൻ്റെ മുറ്റത്തുള്ള പാടത്തൊക്കെ കൊയ്ത് കഴിഞ്ഞ് മെതിക്കലും കഴിഞ്ഞ് ചാക്കിൽ നെല്ലാക്കി തുടങ്ങി. അത്രയ്ക്കായിട്ടോ, മകരമാസത്തിൽ മകര കൊയ്ത്താണല്ലോ. അപ്പം അങ്ങനെ നടന്നു. അത് ഞാൻ അമ്പലത്തിൽ തൊഴുത് വന്നു, ചായ കുടിച്ചു, ദോശയും ഒക്കെ ഉണ്ടാക്കി ചായ കുടിച്ചു. എപ്പോൾ ഒരു കൈതച്ചക്ക കിട്ടിയിട്ടുണ്ട്, ഉപ്പിലിട്ടിട്ട് ഉണ്ടാക്കാം കേട്ടോ. എല്ലാ ദിവസവും കൈതച്ചക്ക നമ്മൾ വെറുതെ തിന്നുമ്പോൾ മധുരം മാത്രമല്ലേ, ഇതിൽ ഉപ്പും ഇതിൽ മുളകൊക്കെ ചേർത്താൽ എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം. നെല്ലിക്ക, കൈതച്ചക്ക, ക്യാരറ്റ്, അങ്ങനെ കുറേ സാധനങ്ങൾ മുറിച്ചിങ്ങനെ ഉപ്പ് വെള്ളത്തിലിടണം, ഉപ്പും മുളകും ചേർത്ത വെള്ളത്തിൽ. അപ്പം ഞാനതുപോലെ ഒന്ന് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ കൈതച്ചക്ക ഞാൻ മുറിച്ചു കേട്ടോ, വലിയ കൈതച്ചക്കയായിരുന്നു, നീളത്തിൽ മുറിച്ചു. ഇനി നമുക്ക് ഓരോ പീസാക്കാം അതിന് കേട്ടോ. തല ചെത്തിക്കളഞ്ഞു. ഇതിൻ്റെ തലയുണ്ടല്ലോ അതവിടെ ഒടിച്ച് വെച്ചിട്ടുണ്ട്, 2-3 ഉണ്ട്. നമുക്ക് നടാട്ട ജയശ്രയാ. ഇങ്ങനെയാണ് ചെത്ത. ഞാനിങ്ങനെയല്ല ചെത്താറ്, ഇതിങ്ങനെ വലിയ വലിയ കടകളിലൊക്കെ ഇങ്ങനെ ചെത്ത, നീളത്തിൽ അങ്ങോട്ട് ചെത്തും. ഞാൻ മുറിച്ച് പീസാക്കിയതിന് ശേഷം കയ്യിലൊതുക്കി ചെത്താറ് പതിവ്. ഇതങ്ങനെ പീസാക്കാൻ പറ്റില്ല, നമ്മൾ നീളത്തിലാണ് മുറിച്ചിടുന്നതേ. ഇപ്പോൾ ഫുള്ളും മുറിച്ചു. ഇനി അതിനെ നീളത്തിൽ ഇങ്ങനെ പീസാക്കാം കേട്ടോ. എൻ്റെ ഉപ്പിലിടുന്ന പാത്രം ചെറുതാണ്, അതുകൊണ്ട് ഞാൻ ചെറുതാക്കണം കേട്ടോ. വേണമെങ്കിൽ മുഴുവനോടെ ആക്കാം കേട്ടോ. വലിയ നീളമുള്ള പാത്രം ഉണ്ടെങ്കിൽ അങ്ങനെ ഇടാം നമുക്ക് കേട്ടോ. ഇതാ ഇങ്ങനെ മുറിച്ചു. ഇതിൻ്റെ കൂഞ്ഞ് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നേരത്തെ മുറിച്ചതൊരു കഷ്ണം ഉണ്ടായിരുന്നു, അതാണ് ഇത് കേട്ടോ. അപ്പോൾ അതും നമുക്ക് ഇതുപോലെ ചെറുതാക്കാം. ഇത് ഞാൻ ഈ പാത്രത്തിലാട്ടോ ഇടുന്നത്. വെള്ളം ഒഴിച്ചു ഇതിൽ. ഇനി ഇതിൽ കുറച്ച് ഉപ്പിട്ടു, ഉപ്പുപൊടി. 2 മുളക് നമുക്കിങ്ങനെ പച്ചമുളക് കീറിയിടാം, 2 എണ്ണം കീറിയിടാം കേട്ടോ. അപ്പോൾ ഉപ്പും മുളകും വെള്ളത്തിലാക്കി. ഇനി അധികം വെള്ളം ഒഴിക്കേണ്ടെന്ന് എനിക്ക് തോന്നണം, കാരണം ഈ കഷ്ണം ഇടുമ്പോൾ നിറയും, വെള്ളം നിറയും കേട്ടോ. നോക്കാം നമുക്ക്. വെള്ളം പൊന്തൂലോ. നീളത്തിൽ ഇങ്ങനെ ഇടാം, 1 by 1 ആയിട്ട് എല്ലാതും ഇടാം. നല്ല രസമാട്ടോ തിന്നാനായിട്ട്. എണ്ണി അങ്ങനെ നിറച്ച് ഇട്ട് വയ്ക്കുക, കൊള്ളാവുന്ന അത്രയ്ക്ക് ഇടാം. ഒരു വിധമായിട്ടോ. ഉള്ളോ? ഉണ്ടോ? ഇനിയുണ്ടോ? ഇട്ടു. ഇനിയുണ്ടോ? ഇട്ടു. കഴിഞ്ഞു കേട്ടോ. അടച്ചു. ഒന്ന് കുലുക്കുക, അപ്പോൾ ഉപ്പ് എല്ലായിടത്തേക്കാവും. ഇത് നമ്മൾ നേരത്തെ ഇപ്പം തന്നെ ഇട്ട് വെച്ചതാണ് കേട്ടോ, വലിയ പാത്രത്തിൽ. അപ്പോൾ 2ലും മുളകും ഉപ്പും ചേർത്തിട്ടുണ്ട്. തൊണ്ട് കൊണ്ട് കളയട്ടെ കേട്ടോ. ഇനി നമുക്കിതിൽ ഈ ചെറിയ പാത്രത്തിൽ കുറച്ച് നെല്ലിക്ക ഇടാം. കഴിഞ്ഞ ദിവസം സുഭാഷ് പോയപ്പോൾ ഞാൻ 1/2 കിലോ നെല്ലിക്ക വാങ്ങിച്ചു. കുറച്ചേ വാങ്ങുള്ളൂ നെല്ലിക്ക. എന്താ കാരണം എന്ന് വെച്ചാൽ അധികം വാങ്ങി ചീഞ്ഞു പോകും ചിലപ്പോൾ. അപ്പോൾ ഒരു 1/2 കിലോ വാങ്ങിയാൽ ഒരു 5-6 എണ്ണം വെച്ചിട്ടെടുത്ത് അച്ചാറുണ്ടാക്കും. ഇത് 5-8 എണ്ണം എടുത്തിട്ട് ഞാൻ പാത്രത്തിലിട്ടു. ഉപ്പിട്ടിട്ടുണ്ട് ഓൾറെഡി. ഇനി ഈ മുളക് ചെറുതായി ഇടാം കേട്ടോ. 1 ഇട്ടാൽ മതി, കാരണം കുറച്ചല്ലേ ഉള്ളൂ. ഇട്ട് കഴിഞ്ഞു. ഒന്ന് കുലുക്കാം കേട്ടോ. ഉപ്പൊക്കെ ഒന്നും എല്ലായിടത്തും പിടിക്കണ്ടേ. അതിന് മുൻപായിട്ട് ഇത്തിരി വിനെഗരി ഒഴിക്കാം കേട്ടോ, ചുരുക്ക. എന്താ വെച്ചാൽ പൂപ്പലൊന്നും വരാണ്ടിരിക്കാനാ. കൈതച്ചക്ക പോലെ പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല നെല്ലിക്ക. ഒരു 3-4 ദിവസം കഴിഞ്ഞാലാണ് അതിൽ ഉപ്പൊക്കെ പിടിക്കുള്ളൂ. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം കേട്ടോ. ജയശ്രീയെ നോക്കോ, ടേസ്റ്റ് നോക്കണ്ടേ? ചെറിയ പീസാണ്, സൂപ്പർ അല്ലേ? പിടിക്കണുള്ളോ? ഇപ്പം തന്നെ ഇട്ടല്ലുള്ളൂ, എരിവ് പിടിക്കണുള്ളോ? നാളെ ആകുമ്പോഴേക്കും നല്ലോണം ഉപ്പും മുളകും പിടിക്കാം. അധികം ഉപ്പും മുളകും പിടിക്കണ്ട, ചെറിയത് മതി. അങ്ങനെ തിന്നാം.
നെല്ലിക്കിട്ടുണ്ട് കേട്ടോ. ഒരു കുറച്ച് നെല്ലിക്ക നമ്മളെല്ലാ പ്രാവശ്യവും സുഭാഷ് പോകുമ്പോൾ അരക്കിലോ നെല്ലിക്ക വാങ്ങും. അരക്കിലോ നെല്ലിക്ക വാങ്ങാത്ത കാരണം എന്താ വെച്ചാൽ ഒരു 5-6 നെല്ലിക്കാണ് അച്ചാറുണ്ടാക്കുള്ളൂ. അതിപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞ അച്ചാർ കേട്ടോ. പിന്നെയുണ്ട് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി ഒരു 6 ഇന്ന് ഉണ്ടാക്കി 6 ബാക്കിയുള്ളത് ഞാൻ ഉപ്പിലിട്ടു. ഇട്ടേക്കുന്നത് മുളകും ഉപ്പും മുളകും ഇത്തിരി വെള്ളവും. പിന്നെ ഇതിന് മാത്രം ഇത്തിരി ചൊറുക്ക് ഒഴിച്ചിട്ടുണ്ട്. കാരണം ഇത് പെട്ടെന്നാവില്ല, ഇതുപോലെ പെട്ടെന്ന് തിന്നാൻ പറ്റില്ല. നെല്ലിക്ക ഉപ്പ് പിടിക്കില്ല. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇത്തിരി രസം പിടിക്കണമല്ലോ. അപ്പോൾ ചിലപ്പോൾ പൂപ്പിൽ വന്നാലോ എന്ന് വെച്ചിട്ട് ഇത്തിരി വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ? അങ്ങനെ ഉണ്ടാക്കും ജസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ? നെല്ലിക്ക ഇടാറുണ്ട്, ഇത് ഇടാറില്ല അല്ലേ? ഇതുപോലെ അതെ അല്ലേ. അപ്പോൾ ക്യാരറ്റ് ഇതുപോലെ ഇടാം. ക്യാരറ്റ് നല്ലത് തന്നെ കേട്ടോ. എല്ലാ സാധനങ്ങളും ഉപ്പിലിട്ട് ഇതിന് നല്ല ടേസ്റ്റ്. മാങ്ങ ഇടില്ല, അതുപോലെ പച്ചമാങ്ങ, നല്ല പുളി കുറഞ്ഞ പച്ചമാങ്ങ ഉണ്ടല്ലോ, കട്ടിയുള്ള നമ്മൾ സുഭാഷിന് മേടിക്കാറില്ല, അങ്ങനത്തെ മാങ്ങ ചെറിയ പീസസ് ആക്കിയിട്ട് ഇതേപോലെ ഇട്ട് വയ്ക്കുക. ഉപ്പും മുളകുള്ള ഈ വെള്ളത്തിലിടുക. നല്ല രസം തന്നെ. നമുക്ക് അടുത്ത ദിവസം ഉണ്ടാക്കാം കേട്ടോ. നമ്മുടെ മാങ്ങ പറ്റില്ല, കാരണം അത് നാട്ടുമാങ്ങയല്ലേ, അതിൽ അധികം കഴമ്പുണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായോ? വന്നാൽ തരാം കേട്ടോ. കഴിഞ്ഞേക്കാൾ മുമ്പ് വരണം. അച്ചാറുണ്ടാക്കിപ്പോഴും പറഞ്ഞു വന്നാൽ തരാം. ഇതേ കഴിയാറായിട്ടോ, ഞങ്ങളുടെ ഉലുവമാങ്ങ കഴിയാറായി. ഞങ്ങൾ ഇത് തന്നെ പിടിക്കണം. പിന്നെ മറ്റേതുണ്ട് കേട്ടോ, ഇത് അതും കഴിയാറായി. അപ്പോൾ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, ചെറിയൊരു വീഡിയോ കേട്ടോ. ഓക്കെ.